എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. അതിമനോഹരമായ സ്ഥലത്താട്ടോ നമ്മളുള്ളത്. പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ തെക്കേപ്പുറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. പുത്തരിപ്പാടം പള്ളി, പ്രശസ്തമായൊരു പുത്തരിപ്പാടം പള്ളി ഇവിടെ അടുത്താണ്. തച്ചനടി ടൗണിൻ്റെ അടുത്ത് കേട്ടോ. തെക്കേപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, തെക്കേപ്പറ്റ സെൻറ്ററിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ട് അടിപൊളി ഒരു വീടാട്ടോ കൊടുക്കാനുള്ളത്. 67 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടും, 4 ബെഡ്റൂം, താഴെ 3 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂം അറ്റാച്ച്ഡ്, മുകളിലെ 1 ബെഡ്റൂമും അറ്റാച്ച്ഡ് കേട്ടോ. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമും ഉണ്ട്. വെള്ള സൗകര്യത്തിന് പറ്റാത്തൊരു ഓപ്പൺ കിണറും ഉണ്ട്. പിന്നെ വാട്ടർ കണക്ഷനും ഉണ്ട്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താട്ടോ ഈ വീട് നിൽക്കുന്നത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാത്. ഫുള്ള് ഇഷ്ടിക കൊണ്ട് കെട്ടിയ വീടാട്ടോ. മണലൊക്കെ നല്ല ഒറിജിനൽ മണൽ കൊണ്ട് കെട്ടിയ വീടാണ്. അതുപോലെ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ഒരു 8 വർഷം പഴക്കം, പക്ഷേ 2 വർഷത്തിൻ്റെ പഴക്കമേ തോന്നിക്കുള്ളൂ കേട്ടോ. അത്രയും ഫിനിഷിങ്ങും ഉണ്ട്, അത്രയും ക്ലിയറിറ്റിയാണ് വീട്. കണ്ടോ, വറ്റാത്ത കിണറാണ്, എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും. ഈ വീടിൻ്റെ മുൻഭാഗം ഉണ്ടോ, നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂടാതെ ഇതാണ് വാട്ടർ കണക്ഷൻ, എക്സ്ട്രാ ഒരു വാട്ടർ കണക്ഷനും ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ മുൻഭാഗത്ത്. ഇനിയിപ്പോൾ നമ്മൾ വീടിൻ്റെ പിറകുവശം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ, വളപ്പൊന്ന് കണ്ടിട്ട് വരാം. ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. 67 സെൻറ്റ് സ്ഥലത്ത് ഒരുവിധം എല്ലാവിധ ഫലവൃക്ഷങ്ങളുണ്ട് കേട്ടോ. ഇത് ബാക്ക് സൈഡ് വിറകോ ഒക്കെ ഓപ്പൺ സ്പേസിൽ വിറകൊക്കെ അടുക്കി വെക്കാനുള്ളൊരു സ്പേസാണത്. ചുറ്റും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കായ്ക്കുന്ന തെങ്ങുകൾ, അടിപൊളി മാവുകൾ, കൂടാതെ പ്ലാവ്, അങ്ങനെ എല്ലാവിധ ഫലവൃക്ഷങ്ങളുണ്ട് കേട്ടോ. ഒരു നാട്ടിൻപുറത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സൈലൻ്റ് ഏരിയയാണ്. എന്നാൽ ടൗണിന് അടുത്തുമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണിത്. വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും 7 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. അതുപോലെ തന്നെ പഴയന്നൂർ ടൗണിലേക്ക് 6 കിലോമീറ്റർ, പാലക്കാട് ടൗണിലേക്ക് 35 കിലോമീറ്റർ. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം കേട്ടോ. വീടിൻ്റെ മുൻഭാഗം ഇതാണ്. നല്ല വാഹനങ്ങളൊക്കെ നിർത്തിയിടാൻ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. മുൻഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് കേട്ടോ. ഓപ്പൺ സിറ്റ് ഔട്ട്, നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ഒരുപാട് പേർക്ക് ഇരുന്നിട്ട് സംസാരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഈ മുൻഭാഗത്തെ സിറ്റ് ഔട്ട്. മാത്രമല്ല ഇതിൻ്റെ എല്ലാവിധ മരത്തിൻ്റെ വർക്കുകളും ഫുള്ള് തേക്കാട്ടോ, ഒറിജിനൽ തേക്ക്. സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ അതാ വലിയൊരു ഹാള്, നല്ല വലിപ്പമുള്ള ഹാളാട്ടോ. ഇവിടെ ഇതാ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഈ ഹാളിലാണ്. ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഷോക്കേസൊക്കെ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ വർക്കുകൾ, നല്ല വൃത്തിയുള്ള വീടാണിത്. വന്ന് കാണുന്നവർക്ക് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാ ഭാഗവും നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതാ ഹാളിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂം, 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്, പിന്നെ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാ ഹാളിൽ നിന്ന് വലതുഭാഗത്തേക്ക് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 16x16 സൈസൊക്കെ ഉണ്ടാവും. അത്രയും വലിപ്പമുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാട്ടോ. താഴെ 1 ബെഡ്റൂം അറ്റാച്ച്ഡ്. അതാണ് ബാത്റൂമൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള ബാത്റൂമാണ്. ഇനി ഈ ബെഡ്റൂമിൻ്റെ തന്നെ തൊട്ട് തന്നെയാണ് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂം കേട്ടോ. ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ലെഫ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് 2ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് അല്ല. താഴെ 3 എണ്ണം ഉണ്ട്. അതിൽ 1 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2 എണ്ണം കോമൺ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെ കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ ചുമര്, അലമാറ, ഡ്രസ്സ് അലമാറയൊക്കെ സെറ്റ് ചെയ്തിട്ട് കർട്ടൻ വർക്കൊക്കെ ചെയ്ത് നല്ല ഫിനിഷിങ് തന്നെയാണ് ഈ വീട്.
തെക്കേപ്പുറ്റ സെൻറ്റർ അത്യാവശ്യം നല്ലൊരു സെൻറ്ററാണ്. അത് കഴിഞ്ഞാൽ തച്ചനടി ടൗണ്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു. ഇതാ മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും ഇതും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. തച്ചനടി ടൗണ് ഒരു ടൗണ് അടുത്തുള്ളത്, പിന്നെ വടക്കഞ്ചേരി ടൗൺ 7 കിലോമീറ്റർ, പിന്നെ പഴയന്നൂർ ടൗണ് 6 കിലോമീറ്റർ. അവിടുന്ന് നമ്മൾ ഇതാ വീണ്ടും ഹാളിലേക്ക് എത്തി. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ? അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ. ഷോക്കേസൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് തന്നെയാണ് കിച്ചൺ. അടുക്കള അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് അടുക്കളയുടെ തന്നെ 2 സെക്ഷനായിട്ടാണ് അടുക്കള സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വർക്ക് ഏരിയ, പിന്നെ വിറകടുപ്പിനുള്ളതൊക്കെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുക്കളയിലെ ടൈൽസ് വേറൊരു വുഡൻ ടൈപ്പ് ടൈൽസാണ് കേട്ടോ. അടുക്കളയിൽ എല്ലാവിധ ഷെൽഫ് വർക്കും കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് തന്നെയാണ് എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷൻ അടുക്കള, അതായത് വിറകടുപ്പ് അങ്ങനെയുള്ള ഒരു ഓപ്പൺ ഏരിയ, പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ. ഈ ഭാഗം കാവിയാണ് ചെയ്തിട്ടുള്ളത്, നിലത്ത് കാവിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിറകടുപ്പാണ് ഇതാ ഈ കാണുന്നത്. ആലുവ അടുപ്പ്, പുകയില്ലാത്ത ആലുവ അടുപ്പ്. ഈ ഭാഗം ഓപ്പൺ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത ഭാഗമാണ് കേട്ടോ, എയർ പാസിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് ഇതിലെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് വാഷ് ബേസിനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച, അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ളതാണ്. പിൻഭാഗം വീടിൻ്റെ അവിടെ വലിയൊരു പാത്രം കഴുകാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ മുൻഭാഗത്തേക്കുള്ള കാഴ്ച. ഇനി നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി. ഇനി മുകളിലേക്ക് ഉള്ള സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസൊക്കെ ഗ്രാനൈറ്റ് ടൈൽസ് കോമ്പിനേഷൻ, കൂടാതെ സൈഡ് കൈവരിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ വർക്കാട്ടോ. സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു കൈവരിയാണ്. ഡിസൈൻ ഗ്ലാസ്സൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. കാരണം ഓരോ ഏരിയയിലും വീടുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ വീട് പെട്ടെന്ന് തന്നെ വിൽപ്പന ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റെയർ കേസ് കയറി നമ്മളിതാ മുകളിലേക്ക് എത്തി. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ, ഹാള് പോലൊരു ഓപ്പൺ ഏരിയ. അവിടുന്ന് വലത് ഭാഗത്തുള്ള ബെഡ്റൂം, മുകളിലുള്ള ബെഡ്റൂമാണിത് കേട്ടോ. താഴത്തെ പോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ആണ്. ഷെൽഫ് വർക്ക് കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. നല്ല സൈലൻ്റായിട്ട് മനസമാധാനത്തോടെ താമസിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. ഇതാണ്ടോ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമാണിത്. കണ്ടോ എന്താ ഫിനിഷിങ്, നല്ല വലിപ്പമുണ്ട്. ഫുട്ബോൾ കളിക്കുക അത്ര വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. അവിടുന്ന് നമ്മളിതാ വീണ്ടും ആ ഓപ്പൺ സ്പേസിലേക്ക് എത്തി. ഇത് ഇനി ഫ്രണ്ടിലെ കാഴ്ച കേട്ടോ. ഫ്രണ്ടിലുള്ള വീടിൻ്റെ മുൻവശത്തേക്കുള്ള കാഴ്ചയാണ്. ഇവിടെ നല്ലൊരു ഓപ്പൺ സ്പേസാണ്, ടെറസ്. മാത്രമല്ല ഈ വീട് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് തന്നെ ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ടാവും. അത്രയും ഫിനിഷിങ്ങിൽ സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ്ടോ മുൻവശത്തെ കാഴ്ചയാണിത്. നല്ല റോഡ് ഫ്രണ്ടേജുള്ള വീടാണ് ഇത്. ഇനി ഇതായി ലെഫ്റ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കിലേക്കുള്ള ഓപ്പൺ ടെറസാണ് കേട്ടോ. തുണികളൊക്കെ വാഷ് ചെയ്തിട്ട് ഇടാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. 67 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് 1,10,00,000 രൂപ കേട്ടോ. എങ്കിലും നെഗോഷ്യബിളാണ്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറവ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. ഇവിടെ വാഷിംഗ് മെഷീനുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.